വലിയ പ്രത്യേകത നമ്മളൊന്ന് മനസ്സിലാക്കണേ. രണ്ട് മഹാന്മാരുടെ മഖ്ബറുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണ് ഹോസിയ കോളേജ്. ഒന്ന് മനസ്സിലാക്കണേ. ശൈഖുന വീരാങ്കുട്ടി ഉസ്താദിന്റെയും ശൈഖുന ചാപ്പരങ്ങാടി ഉസ്താദിന്റെയും നോട്ടത്തിലും ദുആയിലും സംരക്ഷിക്കപ്പെട്ട സ്ഥാപനമാണ് ഹോസിയ കോളേജ്. ആ കോളേജില് അവിടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ പേരമക്കളെ പഠിപ്പിക്കണം, നമ്മോട് ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കണം, നമ്മുടെ നാട്ടിലുള്ള മക്കളെ പഠിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അത് കറകളഞ്ഞ ഈമാനിന്റെ സ്ഥാപനമാണ്, സാക്കിദീങ്ങളുടെ സ്ഥാപനമാണ്, ഇൽമിന്റെ സ്ഥാപനമാണ്, മതഭൗതിക വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരുന്ന കുട്ടികള് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ആത്മീയ ബന്ധമുള്ള, ഭൗതിക പുരോഗതിയുള്ള, അതുപോലെ തന്നെ മശായിഖന്മാരോട് ബന്ധമുള്ള പണ്ഡിതന്മാരായി വളർന്നു വരും. അത് നമ്മുടെ നാടിനും ലോകത്തിനും ഉപകരിക്കും, നമുക്കും ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നല്ല വിത്ത് ശരിയായ മണ്ണിൽ നട്ടാൽ അതിൽ നിന്ന് നൂറുകണക്കിന് മരങ്ങൾ വരും. അതുകൊണ്ട് അവിടെയുള്ള ഹൗസിയ അറബി കോളേജ് വളരണം, അത് നമ്മൾ വളർത്തണം. അതിനു വേണ്ടി നാം പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മശായിഖന്മാര് വഫാത്തായാലും ജീവിതകാലത്ത് നമ്മൾ എങ്ങനെയാണോ അവിടെ പോയത്, എങ്ങനെയാണോ അവരെ കണ്ടത്, അതുപോലെ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്താണ് അവർ നമ്മോടുള്ള ബന്ധം തുടരുക. അല്ലാഹു ചിന്തിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാന്മാർ വഫാത്തായി കഴിഞ്ഞാൽ യുസറൂന വയഫറഹൂന ബിമാ യജിദൂൻ. മഹാന്മാർ വഫാത്തായി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. വബി അഅമാലി അഹ്ലിഹിം ഫിദ്ദുനിയാ. മഹാന്മാരായ അവരുടെ ശിഷ്യന്മാര്, മുരീദന്മാര്, ഉമറാക്കള്, കുടുംബങ്ങൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തികള് അറിഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. പരിശുദ്ധമായ മഖാമില് അല്ലാഹുവേ ചിന്തിക്കുവാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. അപ്പോഴാണ് അവർ നമ്മോടുള്ള ബന്ധം തുടരുക, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശൈഖുനാന്റെ ജീവിതകാലത്ത് എങ്ങനെയാണോ അങ്ങോട്ട് പോയത്, അതുപോലെ ഇപ്പോഴും പോവാൻ കഴിയണം. അതേ ചിന്തയിലും, അതേ അദബിലും, അതേ വിശ്വാസത്തിലും നാം പോയി കഴിഞ്ഞാൽ